മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ പാലിയേക്കര ടോൾ പിരിവ് നിർത്താൻ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. 4 ആഴ്ചത്തേക്കാണ് തകർന്ന റോഡിലെ ടോൾ പിരിവ് തടഞ്ഞത്. അറ്റകുറ്റപ്പണിക്ക് ശേഷം ടോൾ പിരിവ് മതിയെന്ന് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. മണ്ണുത്തി ഇടപ്പള്ളി പാത തകർന്നുള്ള ഗതാഗതക്കുരുക്ക് ചൂണ്ടിക്കാട്ടി ടോൾ പിരിവ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് ഷാജി കോടങ്കണ്ടത്താണ് ഹൈക്കോടതിയെ സമീപിച്ചത്. റോഡ് നന്നാക്കി പ്രശ്നം പരിഹരിക്കാൻ ഹൈക്കോടതി 2 വട്ടം ദേശീയപാത അതോറിറ്റിക്ക് സമയം അനുവദിച്ചു. എന്നിട്ടും ഫലമില്ലാതെ വന്നതോടെയാണ് ടോൾ പിരിവ് നിർത്തിവെക്കാൻ ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്, ഹരിശങ്കർ വി മേനോൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടത്. 2 ആഴ്ചക്കകം പ്രശ്നം പരിഹരിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി ഇപ്പോഴും പറയുന്നുവെന്ന് പറഞ്ഞ കോടതി യഥാർത്ഥത്തിൽ എത്ര സമയം ആവശ്യമാണെന്ന് ചോദിച്ചു. 3 ആഴ്ച കൊണ്ട് പ്രശ്നം പരിഹരിക്കാമെന്നായിരുന്നു മറുപടി. ബദൽ സംവിധാനമായി സർവീസ് റോഡ് ഒരുക്കിയിട്ടുണ്ടെന്നും ദേശീയപാത അതോറിറ്റി അറിയിച്ചു. തകർന്ന പാതയിൽ ടോൾ പിരിക്കുന്നതാണ് പ്രശ്നമെന്ന് നിരീക്ഷിച്ച കോടതി പൗരന്മാരാണ് ബാധ്യതയേൽക്കുന്നതെന്നും വിമർശിച്ചു. തുടർന്നാണ് 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് തടഞ്ഞ് ഇടക്കാല ഉത്തരവിട്ടത്. ഹൈക്കോടതി വിധി ജനങ്ങളുടെ വിജയമാണെന്ന് ഹർജിക്കാരൻ ഷാജി കോടങ്കണ്ടത്ത് പ്രതികരിച്ചു. സുപ്രീം കോടതിയിലാണ് ആദ്യം ഞാനും ടി ജെ സനീഷ് കുമാർ MLA കൂടി കൊടുത്തത്. അതിനുശേഷം ഇപ്പോൾ 2021 ഹൈക്കോടതിയെ സമീപിച്ചത്. 4 വർഷം ഈ കേസ് ഈ ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിക്കാരും വലിച്ചു നീട്ടിക്കൊണ്ടുപോയിരുന്നു. എന്തായാലും ഇത് ജനങ്ങളുടെ വിജയമാണ്, പാവപ്പെട്ട യാത്രക്കാരുടെ വിജയമാണ്. മീഡിയ 1 കൊച്ചി.